അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഗസ്സല വഗ്തസല യൗമൽ ജുമുഅ. ശ്രദ്ധിക്കുക, മൻ ഗസ്സല വഗ്തസല, രണ്ട് വാക്കിനും സമാനമായ അർത്ഥമാണെങ്കിലും വ്യത്യാസമുണ്ട്. അഥവാ ഗസ്സല എന്ന് പറഞ്ഞാൽ തലമുടിയും ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ പൊടി പറ്റുവാനും അതേപോലെയുള്ള മാലിന്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ടോ അവിടങ്ങളിലെല്ലാം വളരെ നന്നായി ഉരച്ച് വൃത്തിയായി കഴുകിയതിന് ശേഷം പിന്നെ കുളിക്കുക. അതാണ് മൻ ഗസ്സല വഗ്തസല യൗമൽ ജുമുഅ വബക്കറ വബ്തകറ. വളരെ നേരത്തെ വരിക, ഏറ്റവും ചുരുങ്ങിയത് ഖുതുബ തുടങ്ങുന്നതിന് മുമ്പെങ്കിലും പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്യുക. വമശാ വലം യറക്കബ്, നടന്നു വരിക, വാഹനത്തിൽ കയറാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്നത്ര നടന്നു വരികയും ചെയ്താൽ. പിന്നെയോ ഫദനാ മിനൽ ഇമാം, ഇമാമിനോട് അടുത്ത സഫുകളിൽ വന്നിരിക്കുക. ആദ്യം വരുന്നവർ ദൂരെയല്ല. പിന്നെയോ ഇമാമിനോട് തൊട്ടടുത്തുള്ള സഫുകളിൽ ഇരിക്കണം. പിന്നെന്ത് ചെയ്യണം? ഫസ്തമഅ, ഖുതുബ തുടങ്ങിയാൽ ശ്രദ്ധിച്ചു കേൾക്കണം. വലം യൽഗു, ഒരു വർത്തമാനവും പറയാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സനതി അജ്റു സിയാമിഹാ വഖിയാമിഹാ. ഓരോ ഫുഡ് സ്റ്റെപ്പിനുമുള്ള പ്രതിഫലം എത്രയാണെന്നറിയുമോ? ഒരു വർഷം നിരന്തരം നോമ്പ് നോൽക്കുകയും ഒരു വർഷം രാത്രി മുഴുവൻ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുകയും ചെയ്ത പ്രതിഫലം. എന്തിന്? ഒരു പോക്കിനല്ല, ഒരു ഫുഡ് സ്റ്റെപ്പിന്. 10 എണ്ണമാണെങ്കിൽ 10 വർഷം തുടർച്ചയായി നോമ്പ് നോറ്റ, 10 വർഷം തുടർച്ചയായി ഖിയാമുൽ ലൈൽ നമസ്കരിച്ച പ്രതിഫലം. 20 സ്റ്റെപ്പാണെങ്കിൽ അങ്ങനെ. അപ്പോൾ വിദൂരതയിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വരുന്ന ഒരാളുടെ പ്രതിഫലം ആലോചിച്ചു നോക്കൂ. കുറ്റമറ്റ ഹദീസാണ്. മുഴുവൻ മുഹദ്ദിസീങ്ങളും സ്വഹീഹെന്നും ഹസനെന്നും വിശേഷിപ്പിച്ച ഒരു ദുർബലതയുമില്ലാത്ത ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വെക്കുന്ന, അതും വെള്ളിയാഴ്ച ദിവസം നേരത്തെ വരാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഓരോ ഫുഡ് സ്റ്റെപ്പിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്.